പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഇന്നുണ്ടാവും. ഉറപ്പാ അല്ല ഇതോ? ഐദുവിനെ കരയിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. കാരണമൊന്നുമല്ല, എന്തിന് മാതിരി തുറക്ക് ചോദിച്ചതിന് ഉത്തരം എനിക്ക് കൊണ്ടാ അങ്ങനെ പ്രശ്നം തീർന്നില്ലേ? എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു തരാം കേട്ടോ. ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഇന്നുണ്ടാവും. ഉറപ്പാ അല്ല ഇതോ? അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു. എന്താണെന്നറിയോ? വീഡിയോ എടുക്കണമെങ്കിൽ 100 റുപ്യ തരണം. ഓൻ ബാപ്പാനോട് എന്താണ് വില പേശി വീഡിയോ എടുക്കണമെങ്കിൽ ഓന് പൈസ കൊടുക്കണം പോലും. ഓൻ ചോദിക്കണേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഓൻ്റെ ധൈര്യം എന്നറിയോ? ഇടയ്ക്കാണ് ചിരിച്ച് നിൽക്കുക. ഓന് വേണ്ട എല്ലാ കാര്യവും ഞാൻ വാങ്ങി കൊടുക്കലുണ്ട്. എന്നിട്ട് ഓൻ ഇപ്പം പറയാണ് ഓന് എന്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓൻ എന്നോട് ചോദിച്ചാൽ പോരെ? ഓൻ എന്നോട് ഭീഷണി മാരി. എന്താ പറഞ്ഞേ? ഓനെ 100 റുപ്യ തരണം, അതായത് പടക്കം വാങ്ങാൻ. ആവശ്യത്തിനും അതിൻ്റെ ഏറെയും പടക്കം ഞാൻ ഇവിടെ വാങ്ങി വെച്ചേ. എന്നിട്ട് വീണ്ടും ഓന് പടക്കം വേണം. അതുകൊണ്ട് അന്നി കൊണ്ടുപോകേണ്ടത് ഞാൻ വാങ്ങിയത്. വാങ്ങാൻ പോയ സ്ഥലത്തെ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. എന്ത് എന്തിന് വീഡിയോ എടുക്കാൻ എനിക്ക് കൂലി വേണമെന്നോ? ഡാ ആജി പപ്പനോടൊക്കെ കൂലി വെച്ചാനാജി. എനിക്ക് വാങ്ങാൻ ഞാൻ വാങ്ങി തരില്ല എല്ലാ സാധനം വേണ്ടിയൊക്കെ. കാണിച്ചാരടക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ അറിയോ? ഐദുവിനെ കരയിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. കാരണമൊന്നുമല്ല, നമ്മൾ അവൻ്റെ പഴയ സൈക്കിളുണ്ട്, അത് ഏതായാലും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ സൈക്കിൾ ഇനി ഓനെ എങ്ങനെയെങ്കിലും കച്ചറയ്ക്കണം, അവനെ കരയിപ്പിക്കുക. എന്നിട്ട് സൈക്കിൾ വിൽക്കാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഒന്ന് സർപ്രൈസായിട്ട് പുതിയ സൈക്കിൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പണികൾ നോക്കി വെക്കാം നമ്മൾ. വരി. ഇപ്പോൾ നേരത്തെ കണ്ട പടക്കല്ലേ, ആ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതേനി. ആ ഇറങ്ങിയ സമയത്താണ് നമ്മളെ നേരെ അപ്പുറത്തുള്ള വീട്ടിലത്തെ തെങ്ങ് ആ കിടക്കണ നേരെ നമ്മളെ മുറ്റത്ത്. ഇവിടെ വന്നൊക്കെയാണ് കണ്ടോ, നേരെ വന്ന് മതിൽമക്കൂടെ വീണു. ഭാഗ്യത്തിന് കാർ പോർച്ചുമക്കും വീണില്ല. നേരെ വന്നിട്ട് ഇവിടേക്കട് വീണു. അപ്പോൾ ഇത് ആ സൈക്കിളൊന്നും എൻ്റെ ഒലക്കെടുത്ത് കൊണ്ടുപോവോ? 24 മണിക്കൂർ അയിമ കയറാണ്ടുള്ള നാടകം എനിക്ക്. ഞാൻ ഒക്കെ പാടെ എടുത്താണ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടോ. ഇനി തമാശ വരെയല്ല, ഒരു പോട്ട സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എനിക്ക് എന്നാലും വാങ്ങി നന്നാക്കി തന്നല്ലേ, 4 പ്രാവശ്യം നന്നാക്കി തന്നല്ലേ അല്ലേ? 4 പ്രാവശ്യം. ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് അതാക്കണ അവിടെ മൂലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഒരാൾക്ക് ഉപകാരം. ഞാൻ ആർക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ്. എനിക്ക് സൈക്കിളും വേണ്ട, നടന്ന് പോയിക്കൊണ്ട് കൊടുക്കാച്ചാൽ. എനിക്ക് മദ്രസ്ക്ക് ഒന്നും കളിച്ചാൻ പോകാനല്ലേ, നടന്ന് പോയിക്കൊണ്ട്. ആ കിടക്കണൊക്കെ സൈക്കിള് കിട്ടിയതാണത്. അവിടെ കിടക്കണോക്ക് നന്നാക്കി. എത്ര പ്രാവശ്യം നന്നാക്കി കൊണ്ടുവന്നതിന് പിറ്റേന്ന് തന്നെ കേടെടുത്തേക്കല്ലേ അല്ലേ? എങ്ങനെ വന്നാണ് ഇവിടുന്ന് അതിൻ്റെ കോലം കാണിച്ചു തരാം. ഇവിടെ നോക്കിയാണ് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ ഈ ഗിയറിൻ്റെ സാധനം ഉണ്ടോ, ഇതൊക്കെ പടതാക്കണം, ബെൻഡാക്കി വളച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വളച്ചാണ്ട്. അങ്ങനെ ഉണ്ടാല് അമ്മ വന്ന് നോക്കിയാ ബെൻഡായി വന്നിക്കണേ. ആ സാധനം ഉള്ളിക്കാണ് പോയാണ്ടല്ലേ ജി. ഒരു കാര്യം ചെയ്യാം, ഈ സൈക്കിൾ ഞാൻ ആർക്കേ കൊണ്ടേ കൊടുക്കുക. ഇത് ഇതിനെവിടെ മൂലക്കെടുത്ത് ആർക്കേ കൊടുക്കുക. ഇതൊരു കാര്യം ചെയ്യും, ഇത് ഏത് കുട്ടിയൊക്കെ കൊടുത്താലോ, അല്ലെ കൊണ്ടേ വിൽക്കുക. 500 റുപ്യ കിട്ടും. ഞാൻ കാട്ടിക്കൊണ്ട് ഞാൻ മന്തി തിന്നു. എന്തേ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ വണ്ടി ഉമ്മ ആ ഫോർച്യൂണറിന്റെ ചാവി എടുത്താണ്. കൂടെ കൊണ്ടു കൊടുക്കാം.
കുടിച്ചോ ഓരോക്കട്ടെ മൈക്ക് എൻ്റെ കളി അഞ്ഞ് കാണിച്ചു തരാം ഇടയ്ക്ക് തമാസറല്ല ആ ഫോർച്യൂണറിൻ്റെ ചാവി എടുത്താണ് വാതിൽ ലോക്കാക്കി ഞാൻ ഇതാക്കണം ഇവിടെ പുറത്ത് അത് വാതിലോർക്ക് മര്യാദക്ക് വാതിലോർക്ക് എനിക്ക് ആവശ്യമുണ്ട് ഐതു കരഞ്ഞ് ഇതിനെ വിളിച്ചത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ അല്ല ഇത്ര നോളൊളിച്ചാത്ത ഞാൻ കാര്യം പറഞ്ഞല്ലേ എന്നോട് അല്ലേ ഇങ്ങോട്ട് നോക്ക് അല്ല ഒരു മിനിറ്റ് ഇങ്ങോട്ട് നിക്ക് നോളോളി എടുത്ത് ഇങ്ങോട്ട് നോക്ക് അല്ല എന്തിനാ നോളൊളിച്ചേ പറയാ അത് പറയും നോളൊളിച്ചതിന് കാരണം വേണ്ടേ നോളൊളിച്ചതിനൊരു കാരണം വേണ്ടേ നോളൊളിച്ചതിന് കാരണം വേണ്ടേ അത് പറയും ഇജിപ്പോ തന്നെ നോളൊളിച്ച അല്ല ഒരു മിനിറ്റ് ഞാനൊരു ചോദിച്ചതിന് ഉത്തരം കൊണ്ടാ ഞാൻ സൈക്കിൾ വിൽക്കൂല ചോദിച്ചതിന് ഉത്തരം കൊണ്ടാ ഒരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം കൊണ്ട എന്നാ ഞാൻ സൈക്കിൾ കൊടുക്കൂല ചോദിച്ചതിന് ഉത്തരം എനിക്ക് കൊണ്ടാ ചോദിച്ചതിന് ഉത്തരം എനിക്ക് കൊണ്ടാ എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ ചോദിച്ചതിന് ഉത്തരം നിങ്ങളാ എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ ഒരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം കൊണ്ടാ സൈക്കിൾ വിൽക്കണോ വേണ്ടേ സൈക്കിൾ വിൽക്കണോ വേണ്ടേ സൈക്കിൾ വിൽക്കണോ വേണ്ടേ പറയ് സൈക്കിൾ വിൽക്കണോ വേണ്ടേ സൈക്കിൾ വിൽക്കണോ വേണ്ടേ സൈക്കിൾ വിൽക്കണോ വേണ്ടേ പറയ് ഓക്കെ സൈക്കിൾ ശരിയാക്കി തരാം കേട്ടോ എൻ്റെ സൈക്കിൾ ശരിയാക്കി തരാം ജിന്നെങ്ങനെ കാട്ടുക അല്ലേ നമുക്ക് സൈക്കിള് അരികോട് കൊണ്ടുപോയി കൊടുക്കുക ഇനി എന്നോട് പിന്നെ വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലോ 2 സൈക്കിൾ ഞാൻ കൊണ്ടു കൊടുക്കാൻ പോവാ ഓക്കെ ബാ അപ്പോൾ അവിടെ കൊണ്ട് മാറ്റി വെക്കാം കേട്ടോ പോരെ അപ്പോൾ സാധനം ഇവിടെ വെച്ചിരിക്കണേ ബാക്കി ഇനി പോയി വെക്കുക ഇതുവരെയുള്ള സംഭവങ്ങൾ ഏറ്റിക്കണം കേട്ടോ ഇനി അങ്ങോട്ട് എന്താവും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സൈക്കിൾ വാങ്ങാൻ പോവാണ് ബാക്കി ഇനി സൈക്കിൾ വാങ്ങി വരുമ്പോൾ എന്താവും എന്നുള്ള അവൻ്റെ എക്സ്പ്രഷൻ കൂടി നമുക്ക് നോക്കി നോക്കാം അങ്ങനെ നമ്മൾ ഇതാക്കണം കേട്ടോ സൈക്കിൾ ഷോപ്പിലെത്തി ഇനി നേരെ ഇവിടുന്ന് സൈക്കിൾ എടുക്കുക വീട്ടിൽ പോവാം എന്താണോ അവൻ്റെ റിയാക്ഷൻ എന്നുള്ളത് കാണണം കേട്ടോ ഓൻ വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങിപ്പോയിക്കണമെന്നോ അതോ ഇനി അവിടെ തന്നെ കിടന്ന് കരയണമെന്നോ ഒന്നും അറിയില്ല അതുമല്ല നമ്മൾ എടുത്ത് കൊണ്ടുപോയി വെച്ച സൈക്കിള് അവിടുന്ന് കണ്ടെത്തിനോന്നോ അതൊന്നും അറിയില്ല എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് അവൻ്റെ റിയാക്ഷൻ നോക്കുക ഇതാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സൈക്കിൾ കേട്ടോ സാധനം ഇതാക്കിന് ഒലിപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം എടുക്കും വണ്ടി കയറ്റും കൊണ്ടുപോകും ബാക്കി നമുക്ക് കണ്ടുവെക്കാം കടത്തി വെച്ചാണ് കേട്ടോ നിർത്തണ്ട കടത്തി വെച്ചാണ് അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് സൈക്കിളും കൊണ്ട് മിക്കവാറും ഓൻ പറയൽ എന്തേക്കാരെന്നറിയോ എനിക്ക് ആദ്യം അറിയാം ഇനി പപ്പ പുതിയ സൈക്കിൾ വാങ്ങാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല ചമ്മലുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ വീട്ടിലേക്ക് കയറി വെക്കുക എവിടെ വെക്കുക അപ്പോൾ കേസ് സൈക്കിൾ ഇതാക്കണം പുറത്തിറക്കി വെച്ചിട്ടോ ഇനി നമ്മൾ ഓനെ വണ്ടി ഒന്ന് തട്ടി കാറ് തട്ടി തരാണ്ട് അത് കാണാൻ വേണ്ടി വരുമോ നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട്
എങ്ങനുണ്ട്? പ്രതീക്ഷോ? പ്രതീക്ഷോ? ഒന്നൊരു എന്തത് അന്തം വിട്ടിക്കണ്. ഇതെന്താ ഒന്നും ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത? അതെപ്പോഴും എനിക്ക് ആവശ്യം. ഇതൊക്കെയാണ് നിങ്ങളൊരു പുതിയ സൈക്കിൾ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ട് ഓൻ ചെറിയ സൈക്കിളാ ചോദിക്കണത്. എന്താ അറിയോ, ഇത് ഇഷ്ടമായില്ല, എന്നാ തിരിച്ചോണ്ട് കൊടുക്കട്ടോ. ഞാൻ 2 വാക്ക് സൈക്കിൾ വാങ്ങിയതിനെ പറ്റി, സൈക്കിള് കിട്ടിയതിനെ പറ്റി 2 സന്തോഷ വാക്ക് പറയും. ഒന്നാമത്തെ കുറച്ചുകൂടി ഇതാണ് സൈക്കിളല്ലേ അയച്ചു വേണമെന്നില്ലേനി. സൈക്കിൾ വേണ്ട വേണമെന്നില്ലേനി, അതിന് കുറച്ചുകൂടി സുഖം ചെറിയ സൈക്കിളേനി. പുതിയ നിങ്ങൾ ഒരു സൈക്കിൾ വാങ്ങി എടുത്തിട്ട് അവൻ പറയണേട്ടില്ലേ, ഇന്നത്തെ തിരിച്ചോണ്ട് കൊടുക്കാം. ചെറിയ സൈക്കിൾ തന്നെ വാക്കാം. ചെറിയ സൈക്കിളും ഗിയർ സൈക്കിളും അവിടെ ഉണ്ട്. 2 സൈക്കിളും വിറ്റിട്ടില്ല. പോരെ, 2 സൈക്കിളും വിറ്റിട്ടില്ല. 2 സൈക്കിൾ അവിടെ ഉണ്ട്. അപ്പൊരു സ്ഥലത്ത് മാറ്റി വെച്ചേക്കാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? പോരെ എനിക്കപ്പോ ഈ സൈക്കിളും ഉണ്ട്, ഗിയർ സൈക്കിളും ഉണ്ട്, ചെറിയ സൈക്കിളും ഉണ്ട്. പോരെ. ഇങ്ങോട്ടൊക്കെയാണ് ഈ ഒരു സൈക്കിൾ ഇട്ടിട്ട് ഓന് ഇതുമ്പോ തന്നെയാ. പുതിയ സൈക്കിൾ വാങ്ങി കൊടുത്ത് സർപ്രൈസ് കൊടുക്കാൻ വന്ന നമ്മളാരായി നോക്കിയാണ് നിങ്ങള്. കവറൊക്കെ മാന്തി പൊളിച്ച്, ഫുൾ മാന്തി പൊളിച്ച്. ഇതെന്താ പരിപാടി? അതൊന്നും ഒട്ടിച്ചാളല്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇതാക്കണം കേട്ടോ ഗൈസ്, സൈക്കിൾ ഇതാണ്.